ഹലോ സ്റ്റുഡൻസ്, എജു പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ മലയാളത്തിൽ ചാപ്റ്റർ 5 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കുഞ്ഞുണ്ണി കവിതകൾ എന്നാണ്. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ തന്നെ ഉണ്ടല്ലോ ഇത് കഥയാണോ കവിതയാണോ എന്ന്. അപ്പോൾ ഇത് കുഞ്ഞുണ്ണി മാഷ് എഴുതിയിട്ടുള്ള കുഞ്ഞുണ്ണി കവിതകളാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള കവിതകളിൽ ഒന്നാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് പഠിക്കാൻ പോകുന്നത്. നമുക്ക് കവിതയിലേക്ക് കിടക്കാം. കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. കുട്ടികൾക്ക് കൂടുതലായിട്ട് ജനപ്രിയനാണ്. കുട്ടികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കവിയാണ് കുഞ്ഞുണ്ണി മാഷ്. അദ്ദേഹം പല സംഭാവനകളും സാഹിത്യ ലോകത്തേക്ക് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഹൃദിസ്ഥമാക്കാൻ പറ്റിയ കവിതകളാണ് അദ്ദേഹത്തിൻ്റേത്. പിന്നെ പല കോട്ട്സും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ പ്രാവർത്തികമാക്കാൻ പറ്റിയ പല കാര്യങ്ങളുമാണ് അദ്ദേഹം തൻ്റെ കൃതികളിലൂടെ വ്യക്തമാക്കി തരുന്നത്. ഓക്കെ, നമുക്ക് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു കവിതയാണ് ഈ ഒരു പാഠഭാഗത്ത് പഠിക്കാനുള്ളത്. നമുക്കൊന്ന് നോക്കി നോക്കാം എന്താണ് കവിത എന്ന്. മാനത്തു മിന്നണതെന്താണ്ടോ അത് മാക്കാച്ചി തവളയുടെ കണ്ണാണ്ടോ, നീറ്റിൽ കിടക്കണതെന്താണ്ടോ അത് മാനത്തെ മാണിക്ക് മുത്താണ്ടോ. അതായത് ഈ ഒരു ഭാഗത്ത്, കവിതയുടെ ഈ ഒരു ഭാഗത്ത് കവി ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനത്ത് മിന്നുന്നത് എന്താണ്, ഇത് ആകാശത്ത് എന്താ മിന്നുന്നതെന്ന് ചോദിക്കാണ്. അപ്പം എന്താ പറയുന്നത്, മാക്കാച്ചി തവളയുടെ ഒരു തരത്തിലുള്ള തവളയാണ്. അപ്പം അതിൻ്റെ കണ്ണുപോലെയാണ് ഇരിക്കുന്നതെന്ന്. പിന്നെ നീറ്റെന്ന് പറയുന്നത് വെള്ളത്തെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. നീറ്റിൽ കിടക്കുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത് പിന്നീട്. അപ്പോൾ അതെന്താ പറയുന്നത്, അത് മാനത്തെ മാണിക്യ മുത്താണ്ടോന്ന്. മാനത്ത് കാണുന്ന ആ ഒരു മാണിക്യ മുത്തിനെയാണ് നീറ്റിൽ കിടക്കുന്ന പോലെ കവി വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ആകാശവും ഭൂമിയിലും തമ്മിൽ കവിക്കൊരു ഭേദമില്ല അല്ലേ, രണ്ടും സമാനമാണ്. ആകാശത്തെ ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ ഒരു മാക്കാച്ചി തവളയുടെ കണ്ണ് പോലെയാണ് ഭൂമിയിലുള്ള കവിക്ക് ആകാശത്തെ തോന്നുന്നത്. ഇനിയിപ്പം തിരിച്ചാണെങ്കിലോ, മാനത്ത് മിന്നുന്ന നക്ഷത്രമായിട്ടാണ് നീറ്റിൽ കിടക്കുന്നതിനെ കവി പറയുന്നത്. അതായത് ആകാശവും ഭൂമിയും തമ്മിൽ സാമ്യമാണുള്ളത്, ഒരു വ്യത്യാസവും കവി അവിടെ കാണുന്നതില്ല. ഇതാണ് ഈ ഒരു ലൈൻസിൽ കവി ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ലൈൻ നോക്കാം. പെണ്ണെന്നു പറയണതെന്താണ്ടോ അത് പൊന്നിൻ്റെ മറ്റൊരു രൂപാണ്ടോ, പൊന്നെന്നു പറയണതെന്താണ്ടോ അത് മണ്ണിൻ്റെ കട്ടച്ച ചോരയാണ്ടോ. നോക്കാം, പെണ്ണെന്ന് പറയണത് എന്താണ് പെണ്ണെന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് കവി പറയുന്നത്, അത് പൊന്നിൻ്റെ മറ്റൊരു രൂപം അല്ലേ, പൊന്നിൻ്റെ മറ്റൊരു രൂപമായിട്ടാണ് പെണ്ണിനെ ഇവിടെ കവി പറയുന്നത്. നമ്മൾ കേട്ടിട്ടില്ലേ, കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ മുലകിൽ സുലഭം എന്ന ആ ഒരു ചൊല്ല് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടിട്ടാണ് ഈ ഒരു വരി കവി ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് രണ്ടിൻ്റെയും, പെണ്ണായാലും പൊന്നായാലും അതിന് ഭംഗിയുണ്ടല്ലേ, നല്ല കാഠിന്യമുണ്ട്, പിന്നെ അതിനെന്താണ് അമൂല്യമാണല്ലേ. ഇപ്പോൾ പെണ്ണിനെ കിട്ടാനില്ല, അതേപോലെ തന്നെ പൊന്നിനും വില കൂടി വരികയാണ്. അപ്പോൾ ഇതിനൊക്കെ രണ്ടും സാമ്യമാണ് അല്ലേ. പൊന്നിൻ്റെ ഒരു പര്യായമായിട്ട് തന്നെ കവി ഇവിടെ പറയുന്നുണ്ട്. കൂടാതെ എന്താണ്, അവ രൂപഭേദം വരുത്തുമ്പോഴുള്ള വശ്യതയൊക്കെ കവി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. പൊന്നെന്ന് പറയണത് എന്താണ്ടോ അത് മണ്ണിൻ്റെ കട്ടച്ച ചോരാണ്ടോന്ന്. അപ്പോൾ മുൻപേ പറഞ്ഞതിൻ്റെ ആ ഒരു ആശയത്തിൻ്റെ തന്നെ തുടർച്ചയായിട്ട് നമുക്കിത് പറയാം. പൊന്നെന്ന് പറയുന്നത് എന്താണ്, പെണ്ണിനെ പൊന്നോട് ഉപമിച്ചു. ഇനി പൊന്നിനെ എന്താണ് പറയുന്നത്, അത് മണ്ണിൻ്റെ കട്ടച്ച ചോരാണ്ടോ. കട്ടച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട പിടിച്ച, അതായത് ഈ ഒരു പെണ്ണ് മൂലം ലോകത്ത് ഇന്നോളം ഉണ്ടായ രക്തച്ചൊരിച്ചിലുകളെയാണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത്. പെണ്ണ് മൂലമാണ് കേട്ടോ, പൊന്നുമൂലമല്ല. അതായത് പെണ്ണ് മൂലം പെണ്ണിനെ പൊന്നിനോട് ഉപമിച്ചു. എന്നാൽ ആ ഒരു പെണ്ണിനെ കൊണ്ട് എന്താണ് ഈ ലോകത്തുണ്ടായിട്ടുള്ള രക്തച്ചൊരിച്ചിലുകൾ കവി ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. നെക്സ്റ്റ് ലൈൻസ് നമുക്ക് നോക്കാം. ഞാനെന്ന് പറയണതാരാണ്ടോ അത് തന്നെ അറിയാത്ത ഒരാളാണ്ടോ, താനിത് പറയുവാൻ ആരാണ്ടോ ഇത് താനാരോ പാടണ ഒരാളാണ്ടോ. ഓക്കെ,
ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നീ എന്ന് പറയുന്നത് ആരാണ്? അത് അദ്ദേഹത്തെ, ആ പറയുന്ന ഒരാളെ, വ്യക്തിയെ പ്രതിപാദിക്കുന്ന ഒരാളെ അറിയാത്ത ഒരാളാണ് അദ്ദേഹം ആരാണെന്ന് ചോദിക്കുന്നത്. ചെറിയൊരു കൺഫ്യൂഷൻ വരാം. അതായത് നിങ്ങളെ അറിയാത്തവരാണ് നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നത്. അതാണ് ഞാനെന്ന് പറയണത് ആരാണ്ടോ അത് തന്നെ അറിയാത്ത ഒരാളാണ്ടോ. താനിത് പറയുവാൻ ആരാണ്ടോ ഇത് താനാരോ പാടണ ഒരാളാണ്ടോ. താനാരോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമുക്ക് പണ്ടത്തെ ഒരു ആവർത്തന വരി ഉണ്ടല്ലോ, താനാരോ തന്നാരോ എന്ന് പറഞ്ഞിട്ടുള്ള, അത് പാടുന്ന ഒരാളാണ് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതെന്ന്. ഈ ഒരു കാര്യങ്ങളൊക്കെ പറയാനുള്ള ഈ ഒരാളുണ്ടല്ലോ, അദ്ദേഹം ഇങ്ങനെ ആവർത്തന വരികൾ പാടുന്ന ഒരാളാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഉണ്ണായി വാരരുണ്ടായി ഉണ്ടായതേതൊരു വാരിയത്തോ, അകത്തൂട്ടു വാരിയത്താക മതല്ലെന്നാൽ പുറത്തൂട്ടു വാരിയത്താക മതല്ലെന്നാൽ മറ്റേതോ വാരിയത്താകാം. ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തൂട്ട് എന്ന് പറയുന്നുണ്ടല്ലോ. ഉണ്ണായി വാര്യർ എല്ലാവരും അറിയില്ലേ, നളചരിതം ആട്ടക്കഥ എഴുതിയിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള കവിയാണ് ഉണ്ണായി വാര്യർ. അപ്പം അദ്ദേഹം എവിടെയാണ് ഉണ്ടായെന്നാണ് ഫസ്റ്റത്തുള്ള ലൈൻസ് പറയുന്നത്. ഉണ്ണായി വാര്യരുണ്ടായി ഉണ്ടായത് ഏതൊരു വാര്യത്ത്, ഏത് വാര്യത്താണ്, ഏത് വീട്ടിലാണ് ഉണ്ടായെന്ന് ചോദിക്കുന്നത്. അകത്തൂട്ട് വാര്യത്താകാം അതല്ലെന്നാൽ പുറത്തോട്ട് വാര്യത്താകാം. ഒന്നെങ്കിൽ അകത്തൂട്ട് വാര്യത്ത്, അകത്തൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് വേണ്ടത് കൊടുക്കൽ, ആ ഒരു രീതിയിലാണ്. ഇവിടെ ഉണ്ണായി വാര്യരെയാണ് കുഞ്ഞുണ്ണി മാഷ് പ്രതിപാദിക്കുന്നത്. അപ്പം ഉള്ളിലേക്ക് വേണ്ടത് കൊടുക്കുന്നതെന്ന് സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിജ്ഞാനമാണ്. ഒരു സാഹിത്യ മേഖലയിൽ അദ്ദേഹം നേടിയെടുത്തിട്ടുള്ള വിജ്ഞാനം എന്നിങ്ങനെയൊക്കെ പല അർത്ഥതലങ്ങളും നമുക്കിവിടെ പറഞ്ഞു വെക്കാം. പിന്നെ പുറത്തോട്ട് എന്ന പ്രയോഗത്തിനും ഈ ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ. ആ ഒരു വിജ്ഞാനം മാത്രമല്ല പറയുന്നത്, അദ്ദേഹം എന്താണ് ഉള്ളിലേക്ക് ശാസ്ത്രവിജ്ഞാനം കാവ്യവിജ്ഞാനം എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ അതുകൂടാതെ തന്നെ ആ ഒരു കര തീർത്ത സൃഷ്ടി പുറത്ത് അദ്ദേഹം നളചരിതം ആട്ടക്കഥയിലൂടെ പ്രതിപാദിച്ചിട്ടുമുണ്ട്. ഓക്കെ, പുറത്തോട്ട് വാര്യത്താകാം അതല്ലെന്നാൽ മറ്റേതോ വാര്യത്താകാം. അപ്പം ഇതാണ് പറയുന്നത്. പല അർത്ഥതലങ്ങളും ഇതിൽ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വിജ്ഞാനത്തിനെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ നോർമലൈസ് ചെയ്ത് നമുക്ക് നോക്കുന്നതാണെങ്കിൽ എന്താണ്, അദ്ദേഹം ഏതൊരു വാര്യത്തുള്ള ഒരാളാണോ, ഒന്നെങ്കിൽ അകത്തൂട്ട് അല്ലെങ്കിൽ പുറത്തൂട്ട്. ഓക്കെ, ഏതൊരു വാര്യത്തായാലും ആ വിദ്വാൻ വാര്യകത്തൂട്ടിയേറിയെന്ന് എന്നിട്ടതാട്ടി ഇരുന്നിട്ടൊട്ടേറെ എന്നിട്ടതാട്ടി നടന്നിട്ടൊട്ടേറെ. അതായത് ഏത് വാര്യത്തായാലും അകത്തായാലും പുറത്തായാലും ഒരു വിദ്വാൻ അല്ലെങ്കിൽ ആ ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ നോർമലി അത് ആളെന്ന രീതിയിലാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഉണ്ണായി വാര്യർ തന്നെ ഏത് വാര്യത്തായി കഴിഞ്ഞാലും കൂടുതലും വിജ്ഞാനം അദ്ദേഹം സ്വായത്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം കൂടുതലായിട്ട് നമ്മുടെ കാവ്യഭാഗങ്ങളെക്കുറിച്ച് പഠിക്കുകയും അദ്ദേഹം പലരിലൂടെ വിജ്ഞാനം ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഉൾക്കൊണ്ടിട്ടുള്ള ലോകവിജ്ഞാനം, ശാസ്ത്രവിജ്ഞാനം, കാവ്യവിജ്ഞാനം ഒക്കെ വളരെ കാലം മനസ്സിലിട്ട് ആട്ടി എന്ന് പറഞ്ഞത്. ആട്ടിന്ന് വെച്ച് കഴിഞ്ഞാൽ തയ്യാറാക്കി എടുത്തു. അങ്ങനെ ഒന്നാണ് നളചരിതം ആട്ടക്കഥ എന്നുള്ളത്. ആ ഒറ്റ കൃതി മാത്രമാണ് അദ്ദേഹത്തിനുള്ളൂ. അതാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. എന്നിട്ടും ഒട്ടേ പുറത്തൂട്ടിയുള്ളൂ, ഒന്നേ പുറത്തൂട്ടിയുള്ളൂ എന്ന്. അതായത് ഇത്രയും വിജ്ഞാനങ്ങളൊക്കെ നേടിയെടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു നല്ലൊരു സൃഷ്ടി തന്നെ, നളചരിതം ആട്ടക്കഥ എന്ന ഒരൊറ്റ സൃഷ്ടി പോലെ ആണെങ്കിലും പക്ഷേ അദ്ദേഹം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നതും ആ ഒരു ഒറ്റ പ്രസിദ്ധീകരണം വഴിയാണ് അല്ലേ. അങ്ങനെ ഒറ്റൊന്ന് മാത്രം മതി ഒരാളെ നല്ല രീതിയിൽ പ്രസിദ്ധി ആർജിക്കാനും അദ്ദേഹത്തിൻ്റെ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കാനും എന്ന് കുഞ്ഞുണ്ണി മാഷ് ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പം കൂടുതൽ നമ്മൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാലും പക്ഷെ അതിനൊക്കെ ഉപരിയായിട്ട് ഒറ്റൊന്ന് മാത്രം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാലും നമ്മുടെ വിജ്ഞാനം, നമുക്ക് ആ ഒരു മേഖലയിൽ ഉണ്ടായിരുന്ന വിജ്ഞാനം തെളിയിക്കാൻ, നമ്മൾ അതിൽ പണ്ഡിതനാണെന്ന് തെളിയിക്കാൻ ഇവിടെ ഉണ്ണായി വാര്യർക്ക് പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു നളചരിതം ആട്ടക്കഥയിലൂടെ തന്നെ അദ്ദേഹം അത്രത്തോളം വിജ്ഞാനം നേടിയെടുത്ത് അത് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞേക്കുന്നത് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് നോക്കാം. പെണ്ണു കാണാൻ പോകുമ്പോൾ കണ്ണു മാത്രം പോരാ, കണ്ണാടിയും കയ്യിൽ കൊണ്ടുപോകണം. നമ്മൾ നന്നാകുവാൻ എന്തു നല്ലു, നല്ലൊരു ചൂലു മനസ്സിൽ നല്ലു. ഇത് ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ പെണ്ണു കാണാൻ പോകുമ്പോൾ
വേണ്ടത് എന്താണ്, നമുക്ക് കണ്ണാണല്ലേ. അപ്പം ഇവിടെ കവി പറയുന്നത് അത് മാത്രം പോരാന്ന്, ഒരു കണ്ണാടിയും കൂടെ കൊണ്ടുപോകണമെന്ന്. അപ്പം ഇവിടെ കണ്ണാടി എന്ന് ഉദ്ദേശിച്ച നോർമൽ കണ്ണാടിയെ ഉദ്ദേശിക്കാം, അതുമല്ല കണ്ണട ഉണ്ടല്ലോ അതിനെയും കൂടെ കവി പറഞ്ഞു വെക്കുന്നുണ്ട്. മുഖം നോക്കുന്നതിന് ഉപയോഗിക്കുന്നതിനും കണ്ണാടി തന്നെയാണ് വേണ്ടത്. പിന്നെ നമ്മുടെ സൗന്ദര്യം നോക്കി മനസ്സിലാക്കുന്നത് കണ്ണാടി വെച്ചാണ് അല്ല. ഇനിയിപ്പം കണ്ണിന് കാഴ്ചക്കുറവുള്ളവർക്ക് അവർക്ക് നല്ല രീതിയിൽ നോക്കിക്കാണാൻ എന്ത് കൊടുക്കുന്നത്, കണ്ണട വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നോക്കിക്കാണാം. അപ്പം ഇവിടെ ഒരു പെണ്ണ് കാണാൻ പോകുന്നതാണെങ്കിൽ മുഖസൗന്ദര്യം നോക്കി മനസ്സിലാക്കിയിട്ട് വേണം. അതായത് നമ്മൾ കണ്ണാടി നോക്കി നല്ല മിനുങ്ങി ഇരിക്കണം. കൂടാതെ ഇനിയിപ്പോൾ കണ്ണിന് കാഴ്ചക്കുറവുള്ളതാണെങ്കിൽ എന്താണ്, ഒരു കണ്ണട യൂസ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ബെറ്റർ ആവും. നല്ല രീതിയിൽ തന്നെ പെൺകുട്ടിയെ നോക്കി കണ്ട് മനസ്സിലാക്കാനും. ഇനിയിപ്പം പെൺകുട്ടിയുടെ ഭാഗത്തു നിന്ന് നോക്കുന്നതാണെങ്കിൽ ആണിനെ നല്ല രീതിയിൽ കണ്ട് മനസ്സിലാക്കാൻ അത് ഹെൽപ്പാകുന്ന ഉണ്ണായി വാര്യരൊരു ഹാസ്യ രൂപേണ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കൂടാതെ നമുക്കറിയാലോ ഒരു ഇതുണ്ടല്ലോ, ചങ്ങാതി നന്നെങ്കിൽ കണ്ണാടി വേണ്ടെന്ന്. അപ്പോൾ നിറവും കുറ്റവും നോക്കി മനസ്സിലാക്കി തരാൻ പറ്റിയ ഇരുത്തം വന്നൊരു ചങ്ങാതി കൂടെ വേണമെന്നും കൂടെ ഇതിലൂടെ അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, അതാണ് പെണ്ണു കാണാൻ പോകുമ്പോൾ കണ്ണു മാത്രം പോരാ കണ്ണാടിയും കയ്യിൽ കൊണ്ടുപോകണമെന്ന് അദ്ദേഹം പറയുന്നത്. ഇനി ലാസ്റ്റ് നമുക്ക് നോക്കാം, നമ്മൾ നന്നാകുവാൻ എന്തു നല്ലു, നല്ലൊരു ചൂല് മനസ്സിൽ നല്ലു. അതായത് നമ്മൾ നമ്മുടെ വീടും പരിസരവും ഒക്കെ എന്ത് യൂസ് ചെയ്തിട്ടാണ്, ചൂല് യൂസ് ചെയ്തിട്ടാണ് അല്ലേ വൃത്തിയാക്കുന്നത്. അപ്പം ഒരു ഗൃഹാന്തരീക്ഷം ശുചിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ചൂല് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു ചൂല് അത്രയും നല്ല ക്ലീൻ ചെയ്യുന്ന ആ ഒരു ചൂല് മതി നമ്മുടെ മനസ്സും വൃത്തിയാക്കാൻ എന്നാണ് പറയുന്നത് കേട്ടോ. നോർമലി എന്താണ്, ഒരു നമ്മൾ യൂസ് ചെയ്യുന്ന ചൂല് വെച്ചിട്ടല്ല മനസ്സൊരിക്കലും നന്നാക്കുന്നത്. അദ്ദേഹം ഈ ഒരു സാഹിത്യ ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ രീതിയിൽ പറഞ്ഞെന്ന് വെച്ചിട്ടുള്ളൂ. നല്ലൊരു മനസ്സിനുടമയ്ക്ക് മാത്രമേ നല്ല രീതിയിൽ ഇടപഴകാനും ഒക്കെ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാനുള്ള പറ്റൂ. അപ്പം ഒരു നല്ല ഇൻഡിവിജ്വൽ ആവാൻ എന്തായിരിക്കണം, നമ്മുടെ മനസ്സും വൃത്തിയായിരിക്കണം. അതിന് ഇങ്ങനെ ഒരു ചൂല് പറ്റുന്നതാണെങ്കിൽ ബെറ്ററാണ്. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണം, അങ്ങനെ ആണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ നന്നാവാൻ അത് മാത്രം മതി എന്നാണ് ഇതിൻ്റെ ഒരു വിവക്ഷയായിട്ട് പറയുന്നത്. അപ്പം തന്നെ മനസ്സിലുണ്ടാകുന്ന പല ദുർവിചാരങ്ങളുണ്ടല്ലേ, അപ്പോൾ തുടച്ചു നീക്കാൻ തയ്യാറാവണം നമ്മുടെ മനസ്സ്. അപ്പം മാത്രമേ നമ്മളും നന്നാകും. അപ്പം ഈ ഒരു ആശയം നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ചൂലിൻ്റെ പ്രയോഗം അദ്ദേഹം പ്രയോഗിക്കുന്നത് കേട്ടോ ഇതിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു കവിത. ഫസ്റ്റ് എന്താ നമ്മൾ പറഞ്ഞത്, ഫസ്റ്റ് അദ്ദേഹത്തിന് ആകാശവും ഭൂമിയും തമ്മിൽ എന്താണ് സാമ്യമാണുള്ളത്, ഒന്നും രണ്ടും വ്യത്യസ്തമായിട്ട് അദ്ദേഹം പറയുന്നില്ല. പിന്നെ രണ്ടാമതായിട്ട് അകത്തൂട്ട് വാര്യരെ കുറിച്ചിട്ടാണ് പറയുന്നത്. അദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിൻ്റെ അകത്തൂട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകശാസ്ത്ര കാവ്യാദികളിൽ അവബോധം കൂടുതലായിട്ടുണ്ട് ഉണ്ണായി വാര്യർക്ക്. പിന്നെ പുറത്തൂട്ട് എന്ന് ഉദ്ദേശിച്ചത് സാഹിത്യ സൃഷ്ടി നടത്തിയത് ആളായിട്ടുള്ള ഒരു രീതിയിലുമാണ് പുറത്തൂട്ട് എന്ന് മീൻ ചെയ്തിരുന്നത്. അപ്പം ഏത് വാര്യത്ത് ജനിച്ചാണെങ്കിലും ഇദ്ദേഹം പണ്ഡിതനാണെന്ന് പറയുന്നുണ്ട് കുഞ്ഞുണ്ണി മാഷ്. ആര്? ഉണ്ണായി വാര്യർ. ഓക്കെ, അദ്ദേഹം അത്ര തന്നെ എല്ലാ രീതിയിലും വിജ്ഞാനം നേടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞേക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കവിത ഉള്ളത്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു കവിത മനസ്സിലിങ്ങനെ മനസ്സിലാക്കി വെക്കണം ഓരോ ഭാഗങ്ങളും. ഇനിയിപ്പം ക്വസ്റ്റ്യൻസും ഇതേ രീതിയിൽ റിലേറ്റഡ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു കവിത മനസ്സിലുണ്ടെങ്കിൽ എന്താണ് ആ ഒരു വരികളിൽ പറഞ്ഞിട്ടുള്ളതെന്നും കൂടെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഫൈനൽ എക്സാമും മലയാളത്തിൽ നല്ല മാർക്കോടെ പാസ്സാവാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അതിനൊരു പേടി വേണ്ട. നിങ്ങൾ ജസ്റ്റ് കഥകളാണെങ്കിൽ വായിച്ച് എന്താണോ കഥയിൽ പറയുന്നത് മനസ്സിലാക്കി വെക്കാം. പിന്നെ അതിലെ കഥാപാത്രങ്ങളെയും കാര്യങ്ങളൊക്കെ ഈ ഒരു കവിതാ ഭാഗങ്ങളാണെങ്കിലും ഓരോ ലൈനും നല്ല രീതിയിൽ ഗൃഹസ്ഥാക്കാനും നോക്കണം കേട്ടോ, മനസ്സിലാക്കി വെക്കാൻ നോക്കണം. എന്നാൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് പോകാൻ പറ്റും. കാരണം മലയാളം നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണല്ലോ, നമ്മുടെ മാതൃഭാഷയാണ്. അത് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെയാണ് കുറച്ച് മുൻപേയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് അറ്റൻറ്റീവായിട്ട് പോവാം. ഈ ഒരു എല്ലാ ചാപ്റ്റേഴ്സും നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ,
ഒന്ന് പെണ്ണ് പൊന്നിൻ്റെ മറ്റൊരു രൂപമാണ്. എന്തുകൊണ്ട് കവി ഉദ്ദേശിച്ചിരിക്കാൻ വഴിയില്ലാത്ത അർത്ഥം എന്തെന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് രണ്ടും അപകടകാരികളാണ്, രണ്ടും വിലപ്പെട്ടതാണ്, രണ്ടും കിട്ടാൻ വിഷമമുള്ളതാണ്, രണ്ടും കാണാൻ ഭംഗിയുള്ളതാണ്. അപ്പോൾ ഇതിലെന്തായിരിക്കും? പെണ്ണ് പൊന്നിൻ്റെ മറ്റൊരു രൂപമാണ് എന്നതുകൊണ്ട് കവി ഉദ്ദേശിച്ചിരിക്കാൻ വഴിയില്ലാത്ത എന്നാണ്. ഉദ്ദേശിക്കാനല്ല, ഉദ്ദേശിച്ചിരിക്കാൻ. ഇതിൽ രണ്ടും അപകടകാരികളാണ്, രണ്ടും വിലപ്പെട്ടതാണ്, രണ്ടും കാണാൻ ഭംഗിയുള്ളതാണ്. ഇതൊക്കെ ആപ്റ്റബിൾ ആണല്ലേ. ഇതിൽ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും കിട്ടാൻ വിഷമമുള്ളതാണ്. അല്ലല്ലോ, കിട്ടാൻ വിഷമമൊന്നുമല്ല, സുലഭമാണ്. എന്നാൽ അതിസുലഭമല്ലെങ്കിലും സുലഭമാണ്. പൊന്നും സുലഭമാണ്, പെണ്ണും സുലഭമാണ്. അപ്പം അദ്ദേഹം എന്തായാലും ഈ ഒരു വേർഡ് ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല തീർച്ചയായിട്ടും. രണ്ടും കിട്ടാൻ വിഷമമുള്ളതാണ് എന്നാണ് കേട്ടോ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പൊന്നിനെ മണ്ണിൻ്റെ കട്ടച്ച ചോരയാണ് എന്ന് പറയാൻ കാരണമെന്ത്? കട്ടച്ച എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മീനിങ്. കട്ട പിടിച്ച എന്നുള്ള ഒരു അർത്ഥം തന്നെയാണ് അതിന് വരുന്നത്. മണ്ണിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിൻ്റെ. പൊന്നിൻ്റെ മണ്ണിൻ്റെ കട്ടച്ച ചോരയാണെന്ന് പറയാൻ കാരണം, ഇത് പറയാനുള്ള കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. ചോര കട്ട പിടിച്ചാണ് പൊന്നുണ്ടായത് ആണോ? തീർച്ചും തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇത് വരുന്നത് അല്ലേ. ചോര കട്ട പിടിച്ചിട്ടൊന്നല്ല ഒരു പൊന്നുണ്ടായിരുന്നത്. പിന്നെ പൊന്നിന് വേണ്ടി നടന്ന രക്തച്ചൊരിച്ചിലുകളുടെ കഥയാണ് മണ്ണിൻ്റെ കഥ. കുറച്ചും കൂടെ നമുക്ക് ആപ്റ്റബിൾ ആണല്ലേ. നമുക്ക് നോക്കാം നെക്സ്റ്റ് ഓപ്ഷൻസ്. ചോര മനുഷ്യൻ്റെ ഉള്ളിലും പൊന്ന് മണ്ണിൻ്റെ ഉള്ളിലും ഗോപ്യമായി വെച്ചിരിക്കുന്നു. അത് കുഴപ്പമില്ലാത്തതാണ്, തീർച്ചയായും ശരിയാണ്. പക്ഷെ ഇവിടെ പ്രതിപാദിക്കുന്നത് അതല്ല അല്ലേ. പിന്നെ മണ്ണും പൊന്നും അമൂല്യമായ വസ്തുക്കളാണ്, അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷേ മണ്ണിൻ്റെ കട്ടച്ച ചോരയാണെന്ന് കവി ഉദ്ദേശിക്കാൻ കാരണം ഉണ്ടായത് എന്താണ്? പൊന്നിന് വേണ്ടി നടന്ന രക്തച്ചൊരിച്ചിലുകളുടെ കഥയാണ് മണ്ണിൻ്റെ കഥ എന്ന് ആ ഒരു ആശയമാണ് ഇതിലൂടെ കവി പറഞ്ഞു വെക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഉണ്ണായി വാര്യരുണ്ടായി ദേശത്ത് വാരിയകത്തൂട്ടിയേറിയെന്ന്. അപ്പോൾ അവിടെ നമുക്കുണ്ടല്ലോ കുറച്ച് ലൈൻസാണത്. ആ ലൈൻസിൽ പറഞ്ഞ എന്താണ് എന്ന വരികളിലെ ഏറ്റവും പ്രധാന സൂചന എന്താണെന്നാണ് പറയുന്നത്. അപ്പം ഉണ്ണായി ജനിച്ചത് അകത്തൂട്ട് വാര്യത്തോ പുറത്തൂട്ട് വാര്യത്തോ എന്ന തർക്കം ആണോ? തർക്കമൊന്നുമില്ല, അത് ഏതെങ്കിലും വാര്യത്താവാന്നാണ് പറയുന്നത്. ഒന്നെങ്കിൽ അകത്തൂട്ട് വാര്യത്താവാം, അല്ലെങ്കിൽ പുറത്തൂട്ട്, അതും അല്ലെങ്കിൽ മറ്റേതോ വാര്യത്താവാന്നാണ് പറഞ്ഞു വെക്കുന്നത്. അല്ലാതെ തർക്കമൊന്നും ഇവിടെ കാണിക്കുന്നില്ലല്ലോ അല്ലേ ഈ ഒരു കവിതയിൽ. ഇനിയിപ്പം മേൽ പറഞ്ഞ രണ്ടു വാര്യത്തുമല്ല അത് പറയുന്നുണ്ട്. മേൽ പറഞ്ഞ രണ്ടു വാര്യത്തുമല്ല മറ്റേതെങ്കിലും ആവാന്ന് പറയുന്നുണ്ട്, അഭിപ്രായപ്പെടുന്നത്. അതായത് മൂന്നാമതൊരു വാര്യത്താണെന്ന അഭിപ്രായം അങ്ങനെ വരുന്നുണ്ട് അല്ലേ. പിന്നെ എന്താണ് ഓപ്ഷൻസ് വരുന്നത്? ഉണ്ണായി വാര്യർ ഉണ്ടായി എന്ന സത്യം. അത് ഇതിന് ആപ്റ്റബിൾ അല്ല. കുറച്ചും കൂടെ ഉണ്ണായി വാര്യർ ഉണ്ടായി എന്ന സത്യം, അത് ഓൾറെഡി എല്ലാ മനുഷ്യന്മാരുണ്ടല്ലോ. അപ്പോൾ ഉണ്ണായി വാര്യർ അതിനെ കൂടുതലായിട്ട് ഹൈലൈറ്റ് ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഒരാളുണ്ട്, പക്ഷേ ഏറെ കാര്യങ്ങൾ വാരി അകത്തൂട്ടിയ ഉണ്ണായി വാര്യർ എന്നൊരാൾ ഉണ്ടായിരുന്നു എന്ന വസ്തുതയാണല്ലേ പ്രകടിപ്പിക്കുന്നത്. അതിനൊരാളുണ്ട്, എന്നാൽ എന്താണ് അദ്ദേഹം, ആ ഒരു അദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു നോർമൽ മനുഷ്യനല്ല. അദ്ദേഹം എന്താണ് കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വസ്തുത ആര് പറഞ്ഞേക്കുന്നുണ്ട്? കുഞ്ഞുണ്ണി മാഷ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത് ഏറെ കാര്യങ്ങൾ വാരി അകത്തൂട്ടിയ. അകത്തൂട്ടിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിജ്ഞാനമെല്ലാം മനസ്സിലാക്കിയെടുത്ത ഉണ്ണായി വാര്യർ എന്നൊരാൾ ഉണ്ടായിരുന്നു എന്ന വസ്തുത ഇവിടെ പറഞ്ഞേക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 4 വാരിയകത്തൂട്ടിയേറെ എന്നതിനകം അർത്ഥം. വാരിയകത്തൂട്ടിയത് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏറെ ഭക്ഷിച്ചു, ഏറെ സ്വത്തുണ്ടാക്കി, ഏറെ അറിവുൾക്കൊണ്ടു, വാരിയത്തേക്കു വേണ്ടി ഏറെ സമ്പാദിച്ചു. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ഓപ്ഷൻസ് ആയിട്ട് വരുന്നത്? ബാക്കി 3 ഓപ്ഷൻസ് ഏറെ അറിവ് ഉൾക്കൊണ്ടു ഒഴിച്ച് ബാക്കിയെല്ലാം ഈ ഒരു കവിതയിൽ പരാമർശിക്കുന്നേ ഇല്ല അല്ലേ. ഏറെ ഭക്ഷിച്ചു, ഭക്ഷണത്തിൻ്റെ കാര്യം എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. സ്വത്തിൻ്റെ കാര്യത്തിൽ ഒന്നും തന്നെ ഈ ഒരു കവിതയിൽ പരാമർശിക്കുന്നില്ല. എന്നാൽ അറിവിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. അകത്തൂട്ടാണെങ്കിലും പുറത്തൂട്ടാണെങ്കിലും
അറിവ് കൂടുതൽ ഉൾക്കൊണ്ട് അത് പ്രസിദ്ധീകരിച്ചു കാര്യങ്ങളാണ് ഉണ്ണായി വാര്യരെ കുറിച്ച് കുഞ്ഞുണ്ണി മാഷ് പറയുന്നത്. പിന്നെ ഭാര്യത്തേക്ക് വേണ്ടിയിട്ട് ഏറെ സമ്പാദിക്കുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞു വെക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ, നാലാമത്തെ ആൻസറായിട്ട് വരുന്നത് ഏറെ അറിവ് ഉൾക്കൊണ്ടു എന്നാണ് കേട്ടോ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒന്നേ പുറത്തൂട്ടിയുള്ളൂ എന്നതിന് അർത്ഥം, അതായത് ഒരു ഗ്രന്ഥമേ രചിച്ചിട്ടുള്ളൂ അല്ലേ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ട് ഇത് തന്നെയാണ് കേട്ടോ അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഒരു ഗ്രന്ഥം മാത്രമേ അദ്ദേഹം രചിച്ചിട്ടുള്ളൂ, ഉണ്ണായി വാര്യർ. അതെന്താണ്? നളചരിതം, ആട്ടക്കഥയാണ്. അതാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അദ്ദേഹം. അത് തന്നെ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പാചകത്തിനെ കുറിച്ച്, പാചകകലയെ കുറിച്ചിട്ട് പറയുന്ന ഒരു ഇതാണ് നളചരിതം, ആട്ടക്കഥ. എഴുതിയതിൽ ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്നും നോക്കണ്ട, ഒരു ഗ്രന്ഥമേ രചിച്ചിട്ടുള്ളൂ അദ്ദേഹം. അതാണ് അതിൻ്റെ ഏറ്റവും എക്സാക്റ്റ് ആയിട്ടുള്ള ആൻസറായിട്ട് വരുന്നത്. ഇനി ആറാമത്തെ നമുക്ക് നോക്കാം. നളപാകക്കാരന് ഡാഷ് കോരിയും ഒട്ടുവാനാവുമോ എന്നതിൻ്റെ താല്പര്യം എന്താണെന്നാണ് പറയുന്നത്. നളപാകക്കാരൻ, ഓപ്ഷൻസ് നമുക്ക് നോക്കാം. നളപാകക്കാരന് പാകം നോക്കാനല്ലാതെ വെച്ചുണ്ടാക്കാൻ പറ്റില്ല. പിന്നാണെങ്കിൽ എന്താണ്? വാരിക്കോരി ഊട്ടുക നളപാകക്കാരന് പറ്റുന്ന കാര്യമല്ല. നല്ല സൃഷ്ടി നടത്തുന്നവന് ഏറെ സൃഷ്ടികൾ നടത്താൻ സാധിക്കില്ല. വാരിക്കോരി ഊട്ടാൻ നളപാകക്കാരൻ തയ്യാറല്ല. ഇതിൽ വേറിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഏതാണ്? നല്ല സൃഷ്ടി നടത്തുന്നവന് ഏറെ സൃഷ്ടികൾ നടത്താൻ സാധിക്കില്ല എന്ന് അല്ലേ. ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ആൻസറായിട്ട് വരുന്നത്. അതായത് നമ്മൾ പ്രസിദ്ധി ആർജിക്കാനും, അതായത് നമ്മുടെ ഇപ്പം JK റൗളിങ്ങിനെ പറ്റിയിട്ട് എല്ലാവരും അറിയുന്നത് വെച്ചാൽ ഹാരി പോട്ടർ എഴുതിയിട്ടുള്ള ആളാണ്. അതിൻ്റെ കുറേ ഫ്രാഞ്ചൈസികൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഹാരി പോട്ടർ ആണല്ലോ മെയിൻലി ആ ഒരു കോൺസെപ്റ്റായിട്ട് വരുന്നത്. അപ്പം ആ ഒറ്റൊരു കഥ മാത്രം മതി അവരെ അറിയപ്പെടാൻ. അതേപോലെയാണ് ഇവിടെ ഉണ്ണായി വാര്യരുടെ ഈ ഒരു നളചരിതം, ആട്ടക്കഥ. ഒരു നല്ല സൃഷ്ടി നടത്തുവനെ ഏറെ സൃഷ്ടികൾ നടത്താൻ സാധിക്കില്ല. അവർ ആ ഒരു സൃഷ്ടിയിൽ തന്നെ അത്രത്തോളം റിസർച്ച് ചെയ്തിട്ടാണ് ആ ഒരു സൃഷ്ടി, ആ ഒറ്റൊന്നും ഉണ്ടാക്കി പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ഇതാണ് ആപ്റ്റായിട്ട് വരുന്നത്. പിന്നെ ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ, നെഗ്ലക്റ്റ് ചെയ്യാൻ നമുക്ക്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഏഴാമത്തെ ക്വസ്റ്റ്യന്. പെണ്ണു കാണാൻ പോകുമ്പോൾ കണ്ണു മാത്രം പോരാ, കണ്ണാടി കൂടെ കൊണ്ടുപോകണം. എന്തിനു വേണ്ടി? ലാസ്റ്റ് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് കണ്ണാടി കൂടെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. അപ്പോൾ അതിൽ ഏറ്റവും നല്ല രീതിയിൽ മാച്ച് ആവുന്നത് നമുക്കൊന്നും തിരഞ്ഞെടുക്കാം. ഒന്ന്, ചെറുക്കന് കണ്ണാടിയിൽ സ്വന്തം മുഖം കണ്ട് ആ രൂപത്തിന് വേണ്ടിയാണ് പെണ്ണ് എന്ന് ഓർമ്മപ്പെടുത്താൻ. ആണോ? തീർച്ചയായിട്ടും അല്ല അല്ലേ. അങ്ങനെ ഒരു ആശയമേ ആ ഒരു ഇതിൽ വരുന്നില്ല. പിന്നെ വരുന്നത്, കണ്ണിന് കാഴ്ചക്കുറവുണ്ടെങ്കിൽ കണ്ണാടി വെച്ച് നോക്കി വേണ്ടതുപോലെ കാണാൻ. ഓക്കെ, അത് കുഴപ്പമില്ല, എന്നാലും ഇതിന് കൂടുതൽ മാച്ചിങ് ആവുന്നില്ല. പെണ്ണിനെ കണ്ണാടി കാണിച്ചു കൊടുത്ത് അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ അങ്ങനെ ആരെങ്കിലും നടത്തോ? ഇല്ല. നമ്മളിപ്പം ഒരു പെണ്ണ് കാണാൻ പോയാൽ എങ്ങനെയെങ്കിലും പെണ്ണ് കിട്ടിയാൽ മതി എന്നാണ്, അല്ലാതെ അവളുടെ സൗന്ദര്യബോധത്തെക്കുറിച്ചിട്ട് അവളെ ബോധിപ്പിക്കാനൊന്നും ആരും നിൽക്കത്തില്ല. ഓക്കെ, പിന്നെ അവസാനം വരുന്നൊന്ന് നോക്കാം. കല്യാണം ഉറപ്പിക്കുന്നതിന് മുൻപ് താനാരാണെന്ന ബോധം ഇരുവർക്കും ഉണ്ടാകാൻ. അത് മാച്ചിങ് ആണല്ലേ. അതായത് ആ ഒരു ആശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും തന്നെ അതിൽ ഇൻവോൾവ്ഡ് ആണ് ഒരു കല്യാണം കഴിക്കുന്നതിൽ. അപ്പം രണ്ടുപേർക്കും മനസ്സിലാക്കണം, അണ്ടർസ്റ്റാൻഡിങ് വേണം എന്നുള്ള ഒരു ആശയമാണ് ഇവിടെ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഓപ്ഷനായിട്ടുള്ള കല്യാണം ഉറപ്പിക്കുന്നതിന് വേണ്ടി മുൻപ് താൻ ആരാണെന്ന ബോധം ഇരുവർക്കും ഉണ്ടാകാൻ, ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യന് ആൻസറായിട്ട് വരുന്നത് കേട്ടോ. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നമ്മൾ നന്നാകുവാൻ എന്തു നല്ലു? നല്ലൊരു ചൂല് മനസ്സിൽ നല്ലു. ചൂല് എന്തിന്? ഓപ്ഷൻസ് നോക്കാം. സംഘശക്തി ബോധ്യപ്പെടാൻ ആണോ? തെറ്റാണല്ലേ. സംഘശക്തി ഒന്നും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. മനസ്സിൽ മാലിന്യങ്ങൾ വന്നുകൂടുമ്പോൾ തൂത്ത് വൃത്തിയാക്കാൻ അല്ലേ, അത് ആപ്റ്റായിട്ടുള്ളതാണ്. മനസ്സിൽ മാലിന്യം ഉണ്ടെങ്കിൽ അതെല്ലാം തൂത്ത് കളഞ്ഞ് നമ്മൾ നല്ലൊരു മനസ്സാക്കാൻ അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിത്വമാക്കാൻ വേണ്ടിയിട്ടാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നെഗ്ലക്റ്റ് ചെയ്യാൻ, എന്നാലൊന്നും നമുക്ക് നോക്കാം. തെറ്റ് ചെയ്യുമ്പോൾ ശിക്ഷിക്കാൻ ആണോ? അല്ല. ചൂല് വെച്ചിട്ടാരും
തെറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അമ്മമാർ കുട്ടികളെ കിട്ടുന്ന സാധനം കൊണ്ട്, അതേപോലെ ചൂലാണ് കയ്യിൽ കിട്ടിയതെങ്കിൽ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുമെങ്കിലും, പക്ഷേ ചൂല് നോർമലി നമ്മൾ ശിക്ഷിക്കാൻ വേണ്ടി യൂസ് ചെയ്യാറില്ല. പിന്നെ താൻ നിസാരനാണെന്ന ബോധം ഉറപ്പിക്കാൻ, അതും എന്തായാലും തീർച്ചയായിട്ടും ഇവിടെ വരുന്നതല്ല. അപ്പം എന്താണ് 8ാമത്തെ ക്വസ്റ്റ്യന് ആൻസറായിട്ട് വരുന്നത്? മനസ്സിൽ മാലിന്യങ്ങൾ വന്നു കൂടുമ്പോൾ തൂത്ത് വൃത്തിയാക്കാൻ. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു കവിത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇത് അതിൻ്റെ ആൻസേഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്, അപ്പം പിന്നെ അതും കൂടെ ഒന്ന് നോക്കാം. എനിവേ താങ്ക് യു. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.